ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിവിടെ മാർച്ച് മന്ത് റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അറിയാമല്ലോ, ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമ്മളിവിടെ 2 പൈലുകൾ വെച്ചിട്ടാണ് ഈ മന്ത് റീഡിംഗ് എടുക്കുന്നത്. മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഫസ്റ്റ് പൈലാണ്, ഇത് സെക്കൻഡ് പൈലാണ്. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ ബുദ്ധയാണ്, ഇത് ഏഞ്ചലാണ്. സെലക്ട് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ മാസം വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ? നമ്മളിവിടെ ഇന്ന് റീഡ് ചെയ്യുന്നത് ടാരോട്ട് കാർഡ്, അതുപോലെ തന്നെ വേറെ ക്ലാരിഫിക്കേഷന് വേണ്ടി ഒരു ഡെക്കുണ്ട്, അതുപോലെ ഒറക്കിൾ ഡെക്കുണ്ട്, ഏഞ്ചൽ മെസ്സേജസ് ഉണ്ട്, ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിങ്സ്. ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. 5 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ മാനസികമായിട്ടൊരു സംഘർഷത്തിലാണ്, ഒരു സംഘർഷം അനുഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട്. എന്തൊക്കെയോ നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറത്തായിട്ട് ചില നെഗറ്റീവ് എനർജീസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു നെഗറ്റീവ് എനർജീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ദിവസം കൊണ്ടുണ്ടായിരിക്കാം, ഇത് പെട്ടെന്ന് വന്നതല്ല. 2-3 ദിവസങ്ങൾ കൊണ്ട് നിങ്ങളെ ഇത് അലട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്തോ ഒരു പ്രശ്നമാണ്, ഒന്നുകിൽ ജോലി കിട്ടാത്ത പ്രശ്നമാകാം, അതുമല്ല എങ്കിൽ അന്വേഷിക്കുന്നത് എന്തോ വന്നു ചേരുന്നില്ല, അതുമല്ല എങ്കിൽ എന്തൊക്കെ മാനസികമായ അസ്വസ്ഥത അനുഭവിക്കും പ്പെടുന്നു. അസ്വാസ്ഥ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ തലവേദനയാകാം, വേറെ ചില പ്രശ്നങ്ങളാവാം. എന്തായാലും മനസ്സിനൊരു സുഖമില്ലാത്ത അവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിലെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ സൊസൈറ്റിയിലെ എന്തെങ്കിലും, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തിയ ഒരു എനർജിയും ആവാം. ചിലപ്പോൾ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന എനർജി ഉണ്ടാവാം. നമ്മളിലേക്ക് എന്തെങ്കിലും നല്ലതായിട്ട് വരുന്നു എന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ എന്താണ്, അവരതിന് എതിരായിട്ട് സംസാരിക്കും. ചിലപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളുടെ ഉള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു നെഗറ്റീവ് എനർജി തന്നെയാണ്. ഇതുവഴി നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അതുവഴി നിങ്ങൾക്ക് മാനസികമായിട്ട് സ്വസ്ഥത നശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഇവിടെ ഒന്ന് ചേഞ്ച് വരുമോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് ഹൈപ്രിസ്റ്റസ് എനർജിയാണ്. ഹൈപ്രിസ്റ്റസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ കിട്ടുന്നു എന്നുള്ളതാണ് ആദ്യമേ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്. നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ് ആകുന്നു, നിങ്ങൾക്ക് ധാരാളമായിട്ട് നല്ലതുപോലെ നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. ഈ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാലം കൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാലമായി കാണും ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ലഭിച്ചിട്ട്, അത് കുറെ കാലം കൊണ്ടേ നിങ്ങൾ ഇതിന് ശ്രമിക്കുന്നുണ്ടായിരിക്കാം, കുറച്ച് ഡിവൈൻ കണക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതുകൊണ്ട് ചില തിരിച്ചറിവുകൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആകുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കാനും, ഇവിടെ നല്ല കാര്യങ്ങളെ മനസ്സിലാക്കാനും മോശം കാര്യങ്ങളെ മനസ്സിലാക്കാനും, ചില നല്ല വ്യക്തികൾ ഏതാണെന്ന് മനസ്സിലാക്കാനും മോശം വ്യക്തികൾ ഏതാണെന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളിൽ പലർക്കും ഈ ഒരു എനർജി വരുന്നതായിട്ടാണ് കാണുന്നത്.
ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇതൊക്കെ തന്നെയാണ് ചിലപ്പോൾ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത്. കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ കടൽ തീരത്തിരുന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് ചുറ്റിനും പ്രശ്നങ്ങളുണ്ട്, എന്നിരുന്നാൽ കൂടെയും പുള്ളിയുടേതായ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ടെങ്കിൽ പോലും നിങ്ങളിലേക്ക് വരാനുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങളിവിടെ ഒത്തിരി ബോധേഡാണ് എന്നുള്ളതാണ് കാണുന്നത്. കാരണം ഇവിടെ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുകയാണ്, ഇമോഷൻസ് കൂടുതലായിട്ട്. കാരണം ആഗ്രഹിക്കുന്നത് ലഭിക്കുന്നില്ല. ഇവിടെയും നമ്മൾ അത് തന്നെയാണ് കാണുന്നത്, ആഗ്രഹിച്ചത് ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു നെഗറ്റീവ് എനർജി, അതിലേക്ക് ദൃഷ്ടി നട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് ഇവിടെയും അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തോ നേടിയെടുക്കാനുണ്ട്, പക്ഷെ അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കപ്പാണ്, കപ്പ് വാട്ടർ സൈൻ ആണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജിയാണ്. അപ്പൊ ഈ ഒരു എനർജി ഇത് ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ അതിനെ ബാലൻസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു ഈ ഒരു വ്യക്തി എന്ന് കാണുന്നുണ്ട്. നിങ്ങളിൽ പലരും ഇത്തരത്തിലുള്ള എനർജിയിലായിരിക്കണം ഇപ്പോഴെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വന്നിരിക്കുന്ന ടവർ മൊമെന്റ് ആണ്. സിറ്റുവേഷൻ അല്പം മോശമാണ് അല്ലെ, പക്ഷെ എന്നിരുന്നാൽ കൂടെ ഇവിടുന്ന് പരിവർത്തനത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഇവിടെ നിങ്ങൾ മോശകരമായ സാഹചര്യങ്ങളെ ഫേസ് ചെയ്തിട്ടുണ്ടാവണം, അതൊക്കെ പോയ കാര്യമാണ്. അല്ല, ചിലപ്പോൾ ചിലരൊക്കെ ഈ സമയത്ത് ഇപ്പോഴും ചില കാര്യങ്ങളിൽ സ്റ്റക്കായിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ എനർജി ആണല്ലോ ഇത്. അപ്പോൾ ഈ ഒരു എനർജിയിൽ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴും സ്റ്റക്ക് ആയിരിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടയ്ക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം, അതുമല്ല എങ്കിൽ ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടാകും. ഏത് കാര്യത്തിലും, സാമ്പത്തിക കാര്യത്തിൽ മാത്രമല്ല ചീറ്റിംഗ് ഇവിടെ സംഭവിക്കാൻ പറ്റുന്നത്, മറ്റു പല കാര്യങ്ങളിലും. മനസ്സിലായോ? നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടാവാം. അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ചിലപ്പോൾ വാഹന നഷ്ടം വന്നിരിക്കാം, ജോലി നഷ്ടം വന്നിരിക്കാം, എന്തായാലും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കിവിടെ നാശം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ നശിച്ചു പോയതുപോലെയുള്ള ഒരു എനർജിയാണ്, നഷ്ടങ്ങൾ വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. അതാണ് ടവർ മൊമെന്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടവർ മൊമെന്റ് സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് വിഷമിക്കാനുള്ളതല്ല കാര്യം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഒരു നല്ല സമയമാണെന്നാണ് ഇവിടെ കാണുന്നത്. ഇത് സംഭവിച്ചത് കൊണ്ട്, ഇവിടെ ഈ ഒരു ടവർ മൊമെന്റ് സംഭവിച്ചത് കൊണ്ട്, വന്നിട്ടുള്ളത് കൊണ്ട് ഇനിയും അങ്ങനെ ആവണം എന്നില്ല. മനസ്സിലായോ? ഇനി നിങ്ങളിലേക്ക് ഒരു നല്ല സമയമാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നു, ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇവിടെ വരാൻ പോകുന്ന ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഒത്തുചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും നിങ്ങൾ ഒന്നിക്കാൻ പോകുന്നു. ചിലപ്പോൾ കോടതി വഴി കേസുകൾ ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് നിങ്ങൾ ഇപ്പോഴെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ വീണ്ടും ഒന്നിക്കാൻ പോകുന്നു. കുട്ടികൾ ഒത്തുചേർന്ന് സന്തോഷത്തിലൂടെ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിറഞ്ഞ സന്തോഷത്തിലേക്ക് 10 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ 1ന്റെ എനർജി ഉണ്ട്. തുടക്കം പോകുന്നു, സന്തോഷത്തിൻ്റെതായ ഒരു തുടക്കം നിങ്ങൾക്ക് ഫാമിലി സഹിതം അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് ആരോ എത്രയും പെട്ടെന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കാനോ അല്ല എങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ ആഗ്രഹിക്കുന്നു. അതുമല്ല എങ്കിൽ നിങ്ങളെ കാണാൻ വേണ്ടി ആരോ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തോ ചില കാര്യങ്ങൾ പറയാൻ നിങ്ങൾ ആരെയെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവാം, നോക്കിയിരിക്കുന്നുണ്ടാവാം. ആ വ്യക്തി നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്നു. അതായത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. അങ്ങനെയാണെങ്കിലും ദൂരെ നിന്ന് നിങ്ങളിലേക്ക് ആരോ വരുന്നുണ്ട്. മെസ്സേജ് ആയിരിക്കാം, ചിലപ്പോൾ കോൾ ആയിരിക്കാം. എന്തായാലും ശരി, ഇവിടെ സോഡ് എനർജിയാണ്. സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എന്തോ ഒരു രക്ഷ തരാൻ വേണ്ടിയാവണം.
ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു രക്ഷ നിങ്ങൾക്ക് വരുന്നുണ്ടാവണം. അതുമല്ല എങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരാൻ പോകുന്നു എന്നുള്ളതും ആവാം. മനസ്സിലായി? എന്തായാലും നിങ്ങൾക്ക് ഇതൊരു സന്തോഷത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. 10 കാർഡ്സ് എടുക്കാവേ. കിങ് ഓഫ് സോഡിന്റെ എനർജി വന്നിട്ടുണ്ട്. അത് നൈറ്റ് ഓഫ് സോഡ് ആണെങ്കിൽ ഇത് കിങ് ഓഫ് സോഡാണ്. കാരണം പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ചുറ്റും. പക്ഷെ എന്നിരുന്നാൽ കൂടെയും പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന് പറയുമല്ല, എന്ന് പറയുന്നത് പോലെ നിങ്ങൾ അചഞ്ചലരായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആർക്കൊക്കെ ഈ ഒരു എനർജി ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളെ ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ചിലപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു എനർജി അത് തന്നെയാണ്. മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു എനർജി ഉണ്ടാവാം. കാരണം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പോകുന്ന ചില 2 വ്യക്തികളും 2 മതസ്ഥരാവാം, 2 ജാതിയിലുള്ളവരാവാം. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്നാൽ പോലും ഇവിടെ ആ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, അതിനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, ഇനി അതല്ല മറ്റേതെങ്കിലും ഒരു പ്രശ്നമാണോ, അവിടെ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പല കാര്യങ്ങളും ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ തീരുമാനിച്ചതിൽ നിന്നും മാറാൻ പോകുന്നില്ല, ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്നും നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നില്ല, നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ സന്നദ്ധരാണ്, അല്ല എങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 4 ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓവറായിട്ട് തിങ്കിങ് ആണ്. കാരണം നിങ്ങൾക്ക് ഇടയിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത, അതുപോലെ തന്നെ നിങ്ങളെ എപ്പോഴും ഇമോഷൻസിലേക്ക് കൊണ്ടുപോകുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അവിടെ അതിനെപ്പറ്റി നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് എല്ലായ്പ്പോഴും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ സോഡ എയർ സൈൻ ആണല്ലോ. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ലവ് സിമ്പലാണ്. അപ്പോൾ സ്നേഹസംബന്ധപരമായ കാര്യങ്ങളിൽ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവാം, അതുമായിട്ട് നോ കോണ്ടാക്ട് അവസ്ഥയിലുള്ളവരുണ്ടാകാം. അങ്ങനെ അവർ കോണ്ടാക്റ്റിൽ എത്തുമോ എന്നൊക്കെയുള്ള ചില കാര്യങ്ങളിൽ ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു. അതുമല്ല എങ്കിൽ ഓവറായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ എപ്പോഴും മറ്റൊരു വ്യക്തി കൂടെ സാന്നിധ്യം ഉണ്ടാവണം. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം. മറ്റ് പല പ്രശ്നങ്ങളെക്കുറിച്ചും ചിന്തിച്ചിട്ടുള്ള ഒരു എനർജിയാണിത്. ക്ഷീണമായിട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ക്ഷീണിച്ച അവസ്ഥ, ക്ഷീണം അനുഭവപ്പെടുന്നു, അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ക്ഷീണം ഒരുപാട് അനുഭവപ്പെടുമ്പോൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണെന്ന് നമുക്ക് പറയാം. ഇവിടെ 6 ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റിലെ തന്നെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെ നമ്മൾ ചിലപ്പോൾ കടന്നു പോകുമായിരിക്കും എന്ന്. 5 ഓഫ് സോഡിന്റെ എനർജി അല്ലേ, എന്തൊക്കെ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ തലവേദനയാവാം, നെഗറ്റീവ് എനർജി ഒരുപാട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇവിടെ നിന്നും ഇത് കടന്നു പോകും എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സാഹചര്യം ഏതാണോ, ചിലപ്പോൾ ചില ജോലി കാര്യങ്ങളിലൊക്കെ വന്നിട്ട് നെഗറ്റീവ് എനർജി വഹിക്കേണ്ട സാഹചര്യം ഉണ്ടാവാം. ഇനി അതുമല്ല, ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടാവാം, രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇനി അതുമല്ല, നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം, ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അവിടെ നിന്നുമൊക്കെ നിങ്ങൾ അതിനെ മറികടന്ന് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഏതൊരു പ്രശ്നത്തെയും ഇപ്പോൾ മറികടന്ന് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. അതിന് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹമുണ്ട്, അവരാണ് നിങ്ങളെ മുൻപന്തിയിൽ നയിക്കുന്നത്. കണ്ടില്ലേ, അതിനായിട്ട് അവരുടെ അനുഗ്രഹമുണ്ട് എന്നുകൂടി നമുക്കിവിടെ പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യം, നിങ്ങൾക്ക് ഈ മാസം തന്നെ, മാർച്ച് മന്തിൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള എനർജി ലഭിക്കുന്നു. ഒരു പോസിറ്റീവായ വേയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എടുക്കാതെ
ഇവിടെ ആർക്കൊക്കെയോ ചിലപ്പോൾ 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ആർക്കൊക്കെ ചിലപ്പോൾ ജോലി ലഭിക്കാനുള്ള സാധ്യത, ചിലപ്പോൾ വിദേശത്താവാം, ചിലപ്പോൾ സ്വദേശത്തുമാകാം. എങ്ങനെയായാലും ശരി നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിൽ തന്നെ ടവർ മൊമെന്റ് സംഭവിച്ചു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജി, 6 ഓഫ് സോഡിന്റെ എനർജി, നിങ്ങളിവിടെ മുന്നോട്ട് കടക്കുന്നു എന്നുള്ളതാണ് അല്ലേ കണ്ടത് അല്ലേ. അപ്പോൾ ശരിക്കും നിങ്ങളിവിടെ മുന്നോട്ട് കടക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സമ്പത്തിൻ്റെതായ ഒരു പ്രോഗ്രസ് വരുന്നുണ്ട്. സാമ്പത്തിക ലാഭം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. അതുവഴി നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അത് നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്ന എനർജിയാണ്. അവിടെ ചിലപ്പോൾ ജോലിയാവാം, അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിവാഹം കഴിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നതാവാം. അതുപോലെ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഫാമിലി സഹിതം അങ്ങോട്ട് പോകുന്നതും ഒക്കെയും സന്തോഷത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ 6 ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട്. നൈറ്റ് ഓഫ് കപ്സ് കണ്ടില്ലേ. ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ആരോ ഒന്ന് ലവ് പ്രപ്പോസ് ചെയ്യുന്നതാവാം, അതുമല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് വരുന്നതാവാം. നിങ്ങൾ ഇതുവരെ നോക്കിയിരുന്ന് കുഴഞ്ഞു കാണും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോ കോണ്ടാക്റ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ എനർജി ആവാം. നിങ്ങളിവിടെ മെസ്സേജ് നോക്കി, കാൾ നോക്കിയിരുന്നു, ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു മാസം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. 6 ഓഫ് കപ്സിന്റെ എനർജി സിൻസിയറായ ലവ് ആണ്. നിങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പഴയ സ്നേഹം തന്നെ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ വീണ്ടും മുന്നോട്ട് പോകാനായിട്ടുള്ള എനർജിയാണ്. പഴയ സ്നേഹം നിങ്ങൾക്ക് തരും. മുൻപേ തന്നെ നല്ല സ്നേഹത്തിലായിരുന്നു നിങ്ങൾ തമ്മിൽ എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെ ഫ്രണ്ട്ഷിപ്പിന് വേണമെങ്കിൽ നമുക്ക് പറയാം, നല്ല കൂട്ടുകാർ, മുൻപേ തന്നെ നിങ്ങളോട് സ്നേഹമായിട്ടിരുന്ന നല്ല കൂട്ടുകാർ ചിലപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ടാവും. എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടാതെ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ ഇപ്പോൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. ഇനി അഥവാ നിങ്ങളിൽ നിന്നും പിണങ്ങിപ്പോയിട്ടുള്ളവരുണ്ടല്ലോ, ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളോട് പിണങ്ങിപ്പോയ ചില സുഹൃത്തുക്കൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തുചേർന്ന് മുന്നോട്ട് സന്തോഷത്തോടുകൂടി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തികമൊക്കെ വരുമ്പോൾ നിങ്ങളിലേക്ക് സ്നേഹം വരുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ശത്രുത മറന്നിട്ട് ഒന്നു ചേർന്ന് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ടാരോട്ട് റീഡിങ് എന്നത്. ഇനി നമുക്ക് ഒറാക്കിൾ കാർഡ്സ് നോക്കാവേ. സോളിറ്റ്യൂഡാണ്. ആരൊക്കെയോ ഇവിടെ ചിലപ്പോൾ പുസ്തകങ്ങൾ വായിക്കാനുള്ള സാഹചര്യമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പുസ്തകങ്ങൾ വായിച്ചിട്ട് അറിവ് നേടാനുള്ള ആ ഒരു എനർജി ആവാം. ചിലപ്പോൾ അല്ലാതെയും ഒറ്റയ്ക്കായി പോയ ഒരു എനർജി. ഒറ്റയ്ക്കേ ഉള്ളൂ, മറ്റാരും എനിക്ക് കൂട്ടിനില്ല, വളരെയധികം വിഷമത്തിലാണ് കഴിയുന്നത്, അങ്ങനെയുള്ള ചിന്തകളിലൂടെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പലരും ആരൊക്കെയോ നിങ്ങളിവിടെ ഒറ്റയ്ക്കായി പോകുന്ന എനർജിയാണ്. ഒറ്റയ്ക്കായി പോയി എന്ന് പറഞ്ഞതുകൊണ്ട് വിഷമിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് യൂണിവേഴ്സ് കൂട്ടിനുണ്ട് എന്നിവിടെ പറയാൻ പറ്റും. റിസപ്ഷൻ ആൻഡ് എൻവിയാണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടെ നെഗറ്റീവ് എനർജി വന്നപ്പോഴേ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങളിലേക്ക് അസൂയ നിറഞ്ഞ ദൃഷ്ടി ആരുടെയോ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലൊരു സമൃദ്ധിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആരോടും പറയാൻ പാടില്ല കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും ചിലപ്പോൾ വിദേശത്ത് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തന്നെയുമല്ല, വേറെ ചിലപ്പോൾ എന്തെങ്കിലും പുതിയ പ്രവർത്തികൾ നിങ്ങൾ തുടങ്ങാൻ പോകുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ് ഞാൻ, പിന്നെ അങ്ങനെ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരു ജോലിക്ക് പോവുകയാണ്, അല്ലെങ്കിൽ എൻ്റെ വിവാഹമൊക്കെ ആയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആരോടും ഉടനെ തന്നെ പറയാൻ പാടില്ല. മനസ്സിലായി? നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളുടെ എത്ര വലിയ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എത്ര വലിയ സുഹൃത്തുക്കളായിക്കോട്ടെ, ഇവരോടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് എന്താണ് അവരുടെ മനസ്സിൽ, ഓ പിന്നെ ഇവനിപ്പോ അങ്ങ് രക്ഷപ്പെടുമല്ലോ എന്നൊക്കെയുള്ള ഒരു എനർജി ആവും. എന്നാ നീ ഒന്ന് വാ കാണിച്ചു തരാൻ, ഇങ്ങനെയൊക്കെ ചില പറച്ചിലുകളുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് അവരിൽ നിന്നും നിങ്ങളിലേക്ക് പെട്ടെന്ന്
പെട്ടെന്നാണ് പോസിറ്റീവിനേക്കാളും പെട്ടെന്നാണ് നെഗറ്റീവ് എനർജി ബാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളൊന്നും ആരോടും തുറന്നു പറയാൻ പാടില്ല. മനസ്സിലായി? രണ്ടുപേർ തമ്മിൽ നല്ല സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെയും അവിടെയും ഒരു നെഗറ്റീവ് എനർജി പതിക്കാനുള്ള സാധ്യതയുണ്ട്. അതും വളരെയധികം സൂക്ഷിക്കണം. മനസ്സിലായി? ഇനി ഒരു നെഗറ്റീവ് എനർജി പതിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആദ്യം തന്നെ വന്നിരുന്ന ഒരു എനർജി ഉണ്ടല്ലോ, 5 ഓഫ് സോഡിന്റെ എനർജി, ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവായിട്ടിരിക്കുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് നിങ്ങളെ നീക്കിക്കൊണ്ടുപോകും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും നിങ്ങൾ എല്ലാവരോടും ഞാനൊരു തുറന്ന പുസ്തകമാണെന്ന് കാണിക്കാൻ വേണ്ടി ഒന്നും തുറന്ന് പറയണ്ട. മനസ്സിലായി? നിങ്ങൾക്കത് നേടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ പലരും കമൻ്റൊക്കെ ഇടാറുണ്ട്, ഞാനൊരു ലോട്ടറി എടുത്തിട്ടുണ്ട്, എനിക്ക് അത് കിട്ടിയിട്ട് വേണം അത് വാങ്ങിക്കാൻ. അങ്ങനെ എന്തിനാണ് പറയുന്നത്? നിങ്ങൾ ലോട്ടറി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് രഹസ്യമായി സൂക്ഷിക്കുക. മനസ്സിലായി? അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, എനിക്കത് കിട്ടണം, ആ ജോലിക്ക് വേണ്ടി എനിക്ക് വിസ വന്നിരിക്കുകയാണ്, ഇനി എനിക്ക് അങ്ങോട്ട് പോയാൽ മതി, ഇതൊക്കെ പറഞ്ഞൊന്നും നിങ്ങൾ കമന്റ് ചെയ്യാൻ പാടില്ല. എത്രയോ പേരങ്ങനെ നോക്കിയിരിക്കുന്നവർക്കൊന്നും ലഭിക്കുന്നില്ല. മനസ്സിലായോ? അപ്പൊ അവരുടെ അസൂയ നിങ്ങളിലേക്ക് പതിക്കുന്ന നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു ദൃഷ്ടി നിങ്ങൾക്ക് പതിക്കുക. ആ ഒരു എനർജിയാണത്. നെഗറ്റീവ് ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞാൽ വലിയൊരു നെഗറ്റീവ് എനർജിയാണ്. അത് നിങ്ങളിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും അതുകൊണ്ട് ഒരു പരിഹാരം ലഭിക്കില്ല. നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഉയർച്ച ലഭിക്കില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളത് പറയാൻ പാടില്ല. മനസ്സിലായി? ഇവിടെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ആരുടെയൊക്കെയോ നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് പതിക്കുന്നുണ്ട്. അത് വളരെയധികം സൂക്ഷിക്കണം. അസൂയാലുക്കൾ ഉണ്ട് നിങ്ങൾക്ക് ചുറ്റും എന്നുള്ളത് ശ്രദ്ധിക്കണം. ഹാർമണിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ അകന്നിരിക്കുന്നവർ, പിരിഞ്ഞു പോയിരിക്കുന്നവർ തമ്മിൽ അടുക്കാനുള്ള സാധ്യത. ടാരോ കാർഡ്സിൽ നമുക്ക് 6 വന്നിരിക്കുന്നു. 6 ഓഫ് കപ്സ് വന്നിരുന്നതാണ്. 6 ഓഫ് കപ്സിന്റെ എനർജി വന്നിരുന്നു. ഇവിടെ അതുപോലെ 6 ആണ് നമ്പർ വന്നിരിക്കുന്നത്. ഹാർമണിയാണ്. ഒത്തുചേർന്ന് വീണ്ടും മുന്നോട്ട് പോവുക. ഒത്തുചേർന്ന് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ ഐക്യത്തിലൂടെ, പരസ്പരം സന്തോഷത്തിലൂടെ, അനുരഞ്ജനത്തിലൂടെ പോവുകയാണ്, സന്തോഷത്തിലൂടെ പോവുകയാണ്. ഈ ഒരു ഐക്യം എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം തരുന്നതാണ്. നിങ്ങൾക്കൊരു സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെ. കണ്ടില്ലേ? അപ്പൊ ഈ ഒരു എനർജിയിലൂടെ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുന്നവർ വീണ്ടും ഒന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 3 കാർഡ്സ് എടുത്ത് മതിയേ. നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് ഒന്ന് നോക്കാവേ. ഏഞ്ചൽസ് എന്താണ് പറയുന്നത്? ഈ മാസം നിങ്ങളിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സ് എന്താണ് നോക്കാം. ഇവിടെ ഇംപ്രൂവിങ് ഹെൽത്ത് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഹെൽത്ത് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യണം. മനസ്സിലായി? അല്ലെങ്കിൽ ഇംപ്രൂവ് ആയി വരുന്നുണ്ട്. ചിലർക്കൊക്കെ ഹെൽത്ത് ഇംപ്രൂവ് ആയി വരുന്നുണ്ട്. ഇനി മറ്റു ചിലർക്കാണെങ്കിലോ ഹെൽത്ത് ഇംപ്രൂവ് ആക്കി എടുക്കണം. അതിനായിട്ട് നിങ്ങൾ സ്വയം ശ്രമിക്കുക. അതാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു നല്ല രീതിയിൽ നന്മ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. സ്പിരിച്വലായിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള സമയത്ത് സ്വയം ഹീൽ ചെയ്യാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തുകൊണ്ട് ഇതിന്റെ മൂല കാരണം, റൂട്ട് കോസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വഴിയിലൂടെ മുന്നോട്ട് വരാൻ പറ്റും. അതിനെ ഹീൽ ചെയ്യാൻ പറ്റും. ഒരു തലവേദന വന്നത് എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു തലവേദന വന്നത് ഒന്ന് ആലോചിക്കുക. മനസ്സിലായി? കൃത്യനിഷ്ഠ നമ്മൾ ശരിക്കും പാലിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. ചിലപ്പോൾ ഗ്യാസിന്റെ പ്രശ്നമാകാം, അതുമല്ലെങ്കിൽ തല കറങ്ങുന്ന പോലെ തോന്നാം. അങ്ങനെയൊക്കെയുള്ള ചില നിസ്സാര കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് അനുഭവപ്പെടുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾക്കതിന് സൊല്യൂഷൻ കണ്ടെത്തി നിങ്ങൾക്ക് സ്വയം ഹീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഹെൽത്തിനെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഓപ്പർച്യൂണിറ്റിയാണ്, അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ? ഈ ഒരു മാസം നിങ്ങളിലേക്ക് ഒരുപാട് അവസരങ്ങൾ വരും. എന്തിനുള്ള അവസരങ്ങളാണ്? ഇതിനുള്ള അവസരം വരാം, ഇനി ജോലി കാര്യങ്ങളിലുള്ള അവസരം വരാം, വിദേശത്ത് പോകാനുള്ള അവസരം വരാം, മറ്റു പല കാര്യങ്ങളിലും അവസരം വരാം. അപ്പൊ ഇത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വളരെ നല്ല എനർജിയാണ്. ഈ അവസരങ്ങൾ വരുന്ന എപ്പോഴും നല്ലതാണ്. നിങ്ങളത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി എടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഒരു കാർഡ് കൂടെ എടുക്കാവേ.
ഗെറ്റ് മോർ ഇൻഫർമേഷൻ. ഇനി ഏതിലാണ്? ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണോ? മോശമായിട്ടിരിക്കുന്നു, അതിന് വേണ്ടിയിട്ട് മറ്റ് കൂടുതലായിട്ട് വിവരം ശേഖരിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് അറിവ് ശേഖരിക്കാം. വിദേശത്ത് പോകണം, അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവ് ശേഖരിക്കാവുന്നതാണ്. ഇനി ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് കൂടുതലായിട്ട് വിവരങ്ങൾ ശേഖരിക്കാവുന്നതാണ്. വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ശേഖരിക്കണം എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏഞ്ചൽസിന്റെ മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിങ്സ് കൂടെ ഒന്ന് നോക്കാവേ. ജനറോസിറ്റിയാണ് ബോട്ടം വന്നിരിക്കുന്നത്. 3 കാർഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഔദാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ഒരു സ്നേഹം, ഒരു കരുണ ഒക്കെ കാണിക്കുക. ആരുടെ ഔദാര്യം പിടിച്ചു പറ്റാൻ ശ്രമിക്കരുത്. മനസ്സിലായോ? നമുക്ക് ഈ ഔദാര്യത്തിന്റെ കാര്യമേ ഇല്ല. കാര്യം നമ്മളെ കൊണ്ട് കഴിയും. നമുക്കൊരു നിലനിൽപ്പുണ്ട്. അതിന്റെ ആ ഒരു വില കളഞ്ഞു കുളിക്കാൻ പാടില്ല. എപ്പോഴും മറ്റുള്ളവരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഒന്നും തന്നെ ആരെയും ആവശ്യമില്ലാതെ ആശ്രയിക്കാൻ പോവുകയും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ഭഗവാൻ തരും എന്നുള്ളതാണ്. അപ്പോൾ ഗണപതി ഭഗവാൻ ഇവിടെ പറയുന്ന പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ, നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. വ്യക്തിപരമായ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ ഉള്ള സാധ്യതയുണ്ട് ഈ ഒരു മന്തിൽ. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലായിരിക്കണം. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തിയെടുക്കാവുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് ഡിവൈൻ സപ്പോർട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ട് ഉണ്ട്, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ് പിന്നെ വേണ്ടത്? അപ്പോൾ നിങ്ങൾ ആ സപ്പോർട്ട് കൂടുതലായിട്ട് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ പരിശ്രമിക്കണം കേട്ടോ. ജോയ്, സന്തോഷം. ഈ മാസം നിങ്ങളിലേക്ക് സന്തോഷം വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വളരെ നല്ല എനർജീസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. ഹൈപ്പ് ചെയ്യാനും മടി വിചാരിക്കരുത്. അതുപോലെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യണം. വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എടുക്കാൻ പറ്റുമെന്ന് വരില്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. മെസ്സേജ് അയച്ചാൽ എനിക്ക് പിന്നെ കാണുമ്പോഴത് ശ്രദ്ധിക്കാമല്ലോ. അപ്പോൾ എന്നിട്ട് അതിന് റിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തത് എന്താണ്? ഏഞ്ചലിനെയാണ്. കണ്ടില്ലേ? നമുക്ക് നിങ്ങളിലേക്ക് എന്താണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. 7 ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നു. ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്. ഹാങ്ഡ് വൺ വന്നിട്ടുണ്ട്. ഫോർ ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നു. ഹെറോഫന്റ് വന്നിരിക്കുന്നു. ക്യൂൻ ഓഫ് പെന്റക്കിൾസ്. ത്രീ ഓഫ് കപ്സ്. 7 ഓഫ് സോഡ്സ്. 3 കാർഡാണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്യുന്നവർക്ക് ഉള്ളിൽ കുറച്ച് പേടിയുണ്ട്. അതായത് കൂടുതലായിട്ട് സൊസൈറ്റി ഫിയർ ആണ്. എന്താണ് ഞാൻ ചെയ്യുന്നത്? നല്ല കാര്യങ്ങളാവും നിങ്ങൾ ചെയ്യുന്നത്, പക്ഷേ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ സംശയമാണ്. എന്താണ് മറ്റുള്ളവർ എന്നെക്കുറിച്ച് മോശമാണോ പറയുന്നത്? അങ്ങനെയൊക്കെയുള്ള ചില തോട്ട്സ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതനുസരിച്ച് നിങ്ങൾ കൂടുതലായിട്ടും വിഷമിക്കുന്നുണ്ട്. അതും അല്ലെങ്കിൽ ആങ്സൈറ്റിയാണ്, ആകാംക്ഷ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഇവിടെ കാണുന്നത്.
നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജസ്റ്റിസ്, ഒരു നീതി, ഒരു ന്യായം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ന്യായം വേണമെന്ന്, അല്ലേ? നിങ്ങൾ നല്ല പ്രവൃത്തികളാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സത്യസന്ധമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ കോടതി വഴി എന്തെങ്കിലും കേസുകൾ ഉണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും എക്സാമിനേഷൻ എഴുതിയിട്ട് നിങ്ങൾ റിസൾട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുകയാവാം. ഇനി അതുമല്ല എങ്കിൽ ആരോടെങ്കിലും ചിലപ്പോൾ വാക്കുതർക്കങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാവാം. ഇനി ഏത് കാര്യത്തിലായാലും ശരി, നിങ്ങൾ അർഹിക്കുന്നത് പോലെ നിങ്ങൾ സത്യസന്ധമായിട്ടാണ് അവിടെ നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് ദൈവികമായ ഒരു എനർജി, ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങളെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് ഹാങ്ഡ് മാൻ. അത് തന്നെ കിട്ടുമോ എന്നുള്ളതായിരിക്കും. ആ നീതി എനിക്ക് ലഭിക്കുമോ, എന്താവാം എൻ്റെ റിസൾട്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകളാണ് ഇവരെ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ തലകീഴായി നിൽക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഒരു തീരുമാനത്തിന് നിങ്ങളെ കൊണ്ട് ഇപ്പോൾ പറ്റുന്നില്ല. അവിടെ ഒരു തീരുമാനം ലഭിക്കുന്നില്ല നിങ്ങൾക്ക്. അത് കാരണം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് അറിഞ്ഞുകൂടാതെ കുഴങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് കുറച്ചൊരു വിവേചന ബോധം വരുന്നുണ്ട്, ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കണ്ടില്ലേ, ഇവിടെ 3 ആണ് നമ്പർ വന്നിരിക്കുന്നത്. വ്യാഴത്തിന്റെ അനുഗ്രഹമുണ്ട്. അപ്പോൾ അതുവഴി തന്നെ നിങ്ങൾക്ക് പ്രകാശത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു പ്രകാശം വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ആലോചിക്കുമ്പോൾ തന്നെയും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള സംശയത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്ക് കുറച്ചൊന്ന് ബുദ്ധിമുട്ടിലാണെന്ന് കാണുന്നുണ്ട്. ഇവിടെ 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി, അതുപോലെ 7 ഓഫ് സോഡിന്റെ എനർജി. 7 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ കണ്ടില്ല, നിങ്ങളിലേക്ക് ഒരു ചീറ്റിംഗ് വന്നിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഹാങ്ഡ്മാന്റെ എനർജി വന്നിരിക്കുന്നത്. ചിലപ്പോൾ അപ്പോൾ ജസ്റ്റിസ് തിരക്കി നിൽക്കുന്നതും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഹാങ്ഡ്മാന്റെ എനർജി വന്നതും ജസ്റ്റിസ് അന്വേഷിച്ച് നിൽക്കുന്നതും, ജസ്റ്റിസ് തേടി നിൽക്കുന്നതും, വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നതും നിങ്ങൾക്ക് ഈ ഒരു എനർജി വന്നിട്ടുണ്ടാവണം. ഒരു ചീറ്റിംഗ് വന്നിട്ടുണ്ടാവണം നിങ്ങളിലേക്ക്. സാമ്പത്തികപരമായ ചീറ്റിംഗ് ആവണം ചിലപ്പോൾ, അതല്ല റിലേഷൻഷിപ്പിലെ ചീറ്റിങ്ങും ആവാം. അങ്ങനെ ഏത് കാര്യത്തിലായാലും നിങ്ങളിലേക്ക് ഒരു ചീറ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള എനർജിയിലാണോ, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളവിടെ സത്യസന്ധരാണോ, അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സക്സസ് ലഭിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ചീറ്റിംഗ് വന്നു. ആരോ നിങ്ങളുടെ എന്തെങ്കിലും ചിലപ്പോൾ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവാം, എന്തെങ്കിലും സാധനം മോഷ്ടിച്ചിട്ടുണ്ടാവാം. ഇനി അതുമല്ല റിലേഷൻഷിപ്പിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് ഒരു വിശ്വാസ വഞ്ചന നിങ്ങളോട് കാണിച്ചിട്ടുണ്ടാവാം ആരെങ്കിലുമൊക്കെ. ആരെങ്കിലും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തി, അങ്ങനെയല്ല, ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് മാത്രമേ ചീറ്റിംഗ് വരൂ. അല്ലാതെ എല്ലാ വ്യക്തികളിൽ നിന്നും നമുക്ക് ചീറ്റിംഗ് വരുമോ? വരില്ല. അവന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ വിശ്വസിച്ച് സ്നേഹിച്ച ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്കൊരു ചീറ്റിംഗ് വരാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു മാസം. പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾ കടന്നു പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റിസ് വരുന്നുണ്ട്, അതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ് 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി. 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ കാത്തുനിൽപ്പാണ്. ചിലപ്പോൾ ഈ ജസ്റ്റിസിന് വേണ്ടിയുള്ള കാത്തുനിൽപ്പാവാം, ഇവിടെ സാമ്പത്തികത്തിന് വേണ്ടിയുള്ള കാത്തുനിൽപ്പാണ്. ഈ ഒരു സാമ്പത്തികത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, തീർച്ചയായിട്ടും ഇത് കുറെ കാലം കൊണ്ട് നിങ്ങൾ കാത്തു നിൽക്കുന്നതാണ്. എന്തിനോ വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം പണം, എവിടെയോ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. അതിന് ചിലപ്പോൾ ഡബിളായിട്ട് വരാനോ അല്ലെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് വരാനോ ഒക്കെ നിങ്ങൾ കാത്തു നിൽക്കുന്ന എനർജിയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുണ്ടാവാം, അതിലൂടെ ലാഭം വരാൻ വേണ്ടി നിങ്ങൾ നോക്കിയിട്ടുണ്ടാവാം, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടാവാം, അതിനുവേണ്ടിയുള്ള വെയിറ്റിങ്ങും ആവാം. എന്തായാലും ഇവിടെ ക്ഷമയോടുകൂടി എന്തിൻ്റെയോ ഒരു റിസൾട്ട് നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. തൻ്റെ എഫർട്ടിനനുസരിച്ചുള്ള റിസൾട്ടാണ് ഇവിടെ മനസ്സിലായി. താൻ എഫർട്ട് എടുത്തിട്ടുള്ളതിനനുസരിച്ചുള്ള ഒരു റിസൾട്ടാണ് ഇവിടെ നോക്കിയിരിക്കുന്നത് എന്നാണ് കാണുന്നത്. 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. സന്തോഷത്തിലേക്ക് തന്നെ പോകും. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങളും പിന്നാലെ വരുന്നുണ്ട്. സന്തോഷിക്കാനുള്ള എനർജി, സാമ്പത്തികം കിട്ടിയിട്ട് ചിലപ്പോൾ സന്തോഷിക്കാനുള്ള എനർജി ആവാം. ഇനി അതുമല്ല എങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു സന്തോഷം വരാം. ഇനി അതുമല്ല വിവാഹം നടക്കാനുള്ള എനർജി ആവാം. കുറെ കാലം കൊണ്ട് വിവാഹമൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒത്തുചേർന്ന് വരാം, അതിലൂടെ സന്തോഷിക്കുന്ന എനർജി. ഇനി അതുമല്ല പുതിയ വീട് വെക്കുന്നതിൻ്റെയോ പുതിയ വാഹനം വാങ്ങിക്കുന്നതിൻ്റെയോ പുതിയ ജോലി കിട്ടുന്നതിൻ്റെയോ ഈ വക കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള എനർജിയാണ്. ചിലപ്പോൾ കൂട്ടുകാർ ഒന്നിച്ച് ചേർന്നിട്ട്
ഉല്ലാസയാത്ര പോകാം, അപ്പോഴും സന്തോഷിക്കാനുള്ള എനർജി അല്ലേ. അപ്പൊ ഇത്തരത്തിലൂടെ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള എനർജിയാണ്. തീർച്ചയായും വീണ്ടും സന്തോഷിക്കാനുള്ള എനർജിയാണ് ഇവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി. പെന്റക്കിൾ എർത്ത് സൈൻ, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ ജോലി നോക്കിയിരിക്കുകയാണ്. മനസ്സിലായി? ആരോ എന്തോ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ ജോലി ഉള്ളവരുടെ എനർജി ആവാം, നല്ലൊരു ഹീലർ ആവാം, നിങ്ങൾ നഴ്സ് ആവാം, ഡോക്ടർ ആവാം, അതുമല്ലെങ്കിൽ ടീച്ചർ ആവാം, അല്ലെങ്കിൽ ഒരു ടാറോ റീഡർ ആവാം, അല്ലെങ്കിൽ റൈക്കി ഹീലർ ആവാം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹീലിങ്ങിന്റെ എനർജി ഇവിടെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ നിങ്ങൾ ജോലി നോക്കിയിരിക്കുന്ന എനർജി, സാമ്പത്തികം നോക്കിയിരിക്കുന്ന എനർജി ആവാം. അപ്പോൾ ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്തിട്ട് ചിലപ്പോൾ അതിൽ നിന്ന് ഒരു സാമ്പത്തികപരമായ ഒരു പ്രോഗ്രസിന് വേണ്ടി നോക്കിയിരിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഇത് നിങ്ങളിലേക്ക് വന്നു ചേരും തീർച്ചയായിട്ടും. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഹെയറോഫിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇവിടെ ദൈവികമായ ആത്മീയപരമായ ഒരു എനർജിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പാത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ ഇന്ന് കാണുന്നത്. ഇവിടെ ഒരു എപ്പോഴും സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. എപ്പോഴും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ചിരിച്ചു കളിച്ച് സംസാരിക്കാൻ സാധിക്കും ചില വ്യക്തികൾക്ക്. എല്ലാവർക്കും അത് കഴിയില്ല. എന്തുകൊണ്ടാണ് ചിലർക്ക് അത് കഴിയുന്നത്? അവർ മറ്റുള്ളവരുടെ കാര്യത്തിൽ ബോധേടല്ല, മറ്റ് യാതൊരു പ്രശ്നങ്ങളിലും അവർ ബോധേടല്ല. അവർക്കുള്ളതിൽ സംതൃപ്തരാണ്. അവർക്കുള്ള സന്തോഷത്തിൽ അവർക്ക് ആനന്ദിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ അതിൽ ലയിക്കാൻ സാധിക്കുന്നു, അതിനെ അനുഭവിക്കാൻ സാധിക്കുന്നു, ആസ്വദിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് പലർക്കും എപ്പോഴും സന്തോഷത്തിലിരിക്കാൻ സാധിക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോകുമ്പോൾ ഒരിക്കലും നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമുക്കതില്ലല്ലോ, ഇതില്ലല്ലോ എന്നൊക്കെയുള്ള ഇല്ലായ്മയെക്കുറിച്ച്, നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഇപ്പോൾ ഇവിടെ ആണെങ്കിലോ, ഇവിടെ എല്ലാം തികഞ്ഞിരിക്കുന്നു, എല്ലാം ഉണ്ട്, എല്ലാം സംതൃപ്തിയിലാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻ എനർജി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. മനസ്സിലായോ കാര്യം? രാവിലെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവർക്ക് എല്ലായ്പ്പോഴും സന്തോഷത്തിലിരിക്കാൻ സാധിക്കും. മനസ്സിലായോ? എല്ലായ്പ്പോഴും വളരെ പോസിറ്റീവായിട്ട് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു എനർജിയിൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നു, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു എനർജി നിങ്ങളിൽ പലർക്കും ഉള്ളതാണെന്നാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? അതുപോലെ തന്നെ ഹെർമിറ്റ് മൂഡാണ്. എല്ലാ വിധത്തിലുള്ള ഭൗതിക സുഖങ്ങളെയും ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു എനർജിയിലേക്ക് പോകുന്നത് എന്ന് കാണുന്നു. ഇവിടെ മാറിയിരുന്ന് എന്ത് ചെയ്യുകയാണ്? ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ്. എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇവിടെ നിന്നും മുന്നോട്ട് പോയി അതിനെ എല്ലാം ഉപേക്ഷിക്കുക, അതൊന്നും എനിക്കിനി വേണ്ട, ഞാനൊരു സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഞാനൊന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള എനർജിയിലേക്ക് പോകുന്നു എന്നുള്ള സ്വന്തം ഉള്ളിൽ നിന്നുള്ള വെളിച്ചം. മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്ക് പല കാര്യങ്ങൾക്കും മറുപടി കിട്ടും, പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ലഭിക്കും. അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും. മനസ്സിലായോ? മറ്റാരോടും അതിനെക്കുറിച്ച് തിരക്കണ്ട, സ്വയം തീരുമാനമെടുക്കാൻ സാധിക്കും എന്ന് പറയുന്നത് പോലെ സ്വന്തം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെളിച്ചത്തെ കാണുകയാണ് ഇവിടെ. അതിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ദൈവികമായ എനർജിയിൽ ഇരിക്കുമ്പോൾ എല്ലായ്പ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രകാശം ഉണ്ടാകും. ഇവിടെ പരിശുദ്ധി നിറയ്ക്കുക, മറ്റുള്ളവരോടുള്ള അസൂയ, കുശുമ്പ, ദൃഷ്ടിദോഷം, അല്ലെങ്കിൽ മറ്റുള്ള ശത്രുത, ഇത് പക, വിദ്വേഷം, ഇതൊന്നും പാടില്ല. ഇതിനെയൊക്കെ കളഞ്ഞാൽ തന്നെ നമ്മുടെ ഉള്ളം എന്താണ്? പരിശുദ്ധമാകും. അപ്പോഴാണ് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ 4 ഓഫ് പെന്റക്കിൾസ് ആണ്. സാമ്പത്തികം കുറച്ചുണ്ട്, പക്ഷെ അതിനെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഉള്ള സാമ്പത്തികത്തിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നു, ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ഞാനിത് ആർക്കും കൊടുക്കില്ല, ഞാനിത് എൻ്റെ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കത്തുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ്? പിശുക്ക് കാണിക്കുന്ന എനർജിയാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ പിശുക്ക് കാണിക്കേണ്ട, മറ്റുള്ളവർ കൂടി സഹായിക്കൂ, മറ്റുള്ളവരെ കൂടി സഹായിക്കൂ. സഹായിച്ചു കഴിഞ്ഞാൽ അതിന് ഇരട്ടിയായി നിങ്ങളിലേക്ക് മറ്റൊരു വഴിയിലൂടെ നിങ്ങളിലേക്ക് തിരികെ വരും. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ കയ്യിലുണ്ട്, കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് ആർക്കെങ്കിലുമൊക്കെ അർഹതപ്പെട്ടവർ കൂടി, പാവങ്ങൾ കൂടി സഹായിച്ചാൽ വളരെ നല്ലതാണ് എന്നാണ്. ഇനി അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ പഴയ സാധനം, വീട്ടിലെ തന്നെ ഉപേക്ഷിക്കേണ്ട സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പഴയ പ്ലാസ്റ്റിക് പാത്രങ്ങളാവാം, അല്ലെങ്കിൽ പഴയ ഡ്രസ്സുകൾ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതിനെ നശിപ്പിക്കുകയാണ് വേണ്ടത്. വീട്ടിനുള്ളിൽ തന്നെ ഒരുപാട് മാലിന്യം നിറച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതിനെയൊക്കെ ആവശ്യമില്ലാത്തതിനെയൊക്കെ ഉപേക്ഷിക്കാം.
ഡ്രസ്സുകളായാലും നമ്മളെന്നും പുതിയ പുതിയ ഡ്രസ്സുകൾ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ പഴഞ്ചനായിട്ടുള്ളതിനെ ഒന്നും ഉപയോഗിക്കരുത്. പിന്നീട് കീറിയതും മുഷിഞ്ഞതും ഒക്കെ ആയതിനെയൊക്കെ നമ്മളൊന്ന് നശിപ്പിക്കുക തന്നെ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികളുടെ സ്നേഹം ചിലപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കാം. പൊസസീവ്നെസ് അനുഭവപ്പെടുന്ന എനർജി ഉണ്ട് ഇവിടെ. മനസ്സിലായി? അങ്ങനെ പലതരത്തിലുള്ള എനർജിയാണ് ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഹൈപ്രിസ്റ്റസ് എനർജിയാണ് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നത്. ഫസ്റ്റ് പൈലുകാർക്കും ഹൈപ്രിസ്റ്റസ് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇൻഡ്യൂട്ടീവ് ആകാൻ സാധിക്കുന്നുണ്ട്, സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്ന ആൾക്കാരാണെന്നാണ് കാണുന്നത്. ഒരുപാട് പേരും അങ്ങനെയാണല്ലോ, അല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങളുടെ എനർജി. അപ്പോൾ ഇവിടെ എംപററാണ് വന്നിരിക്കുന്നത്. സ്ഥിരമായ വരുമാനം നിങ്ങളിലേക്ക് വരാൻ കഴിയും. ഒരുപാട് നോളജ് നേടിയെടുക്കാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നോളജ് ഉള്ള ആൾക്കാരാണെന്ന് കാണുന്നു. ഇവിടെ രാഹുവിന്റെ ഇൻഫ്ലുവൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഉറച്ച മനസ്സാണ്, ഉറച്ച മനസ്സാണ്, ചാഞ്ചല്യമില്ല, തീരുമാനങ്ങൾ എടുത്തു അത് അതുപോലെ നടപ്പിലാക്കും. മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ മിടുക്കനാണ്. എന്നാൽ കൂടെയും എന്താണ്, ഉള്ളിൽ അല്പം ഈഗോയൊക്കെ ഉണ്ടാവും. വീട്ടിലെ കാര്യങ്ങളായാൽ തന്നെ ഒരു കൃത്യനിഷ്ഠയോടുകൂടി അത് ചെയ്തു പോകുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയുടെ എനർജിയാണ്. നിങ്ങളിൽ പലരും ഇങ്ങനെയാവാം. ഒരു എംപററുടെ പദവിയിലുള്ള ആൾക്കാരായിരിക്കാം നിങ്ങളിൽ പലരും. കാരണം വീട്ടിലായാൽ തന്നെ വരുമാനത്തിന് വർധന ഉണ്ടാകുന്നു. അതിനനുസരിച്ച് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. നഷ്ടമായാലും ലാഭമായാലും എങ്ങനെയായാലും നിങ്ങൾക്കിവിടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവരെ പോലെ അതായത് വീട്ടിലുള്ളവരെ പോലും നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഒരുപാട് അറിവുള്ള ആൾക്കാരുടെ എനർജിയാണ്. അതുപോലെ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബ് നോക്കിയിരിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ. അതുപോലെ തന്നെ സാലറി ഒക്കെ പെർമനന്റ് ആയിട്ട് കിട്ടാതെ ഇരുന്നവർക്ക് ഈ ഒരു മാസം അത് പെർമനന്റ് ആയിട്ട് കിട്ടും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ചിലർക്ക് ജോലി ലഭിക്കാനും ചിലപ്പോൾ പ്രൊമോഷൻ ലഭിക്കാനോ അതുമല്ലെങ്കിൽ സാലറി പെർമനന്റ് ആയിട്ട് കിട്ടാനോ ഒക്കെയുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഒറക്കിൾ കാർഡ്സ് എടുക്കാം. കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് നമ്പർ 1 ആണ്, ബേസ് ചക്ര. അപ്പം ഈ മാസത്തിനകം തന്നെ നമുക്ക് 7 ചക്രാസിൽ ഫസ്റ്റ് വരുന്നതാണ് റൂട്ട് ചക്ര. റൂട്ട് ചക്ര അഥവാ ബേസ് ചക്ര. അപ്പോൾ ഈ ഒരു ബേസ് ചക്ര എന്ന് പറയുന്നത് എന്താണ്? മൂലാധാര ചക്ര എന്ന് പറയും. അപ്പോൾ ഈ മൂലാധാര ചക്രയുടെ ആക്ടിവേഷന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തിരിക്കണം. അതായത് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ റൂട്ട് ചക്രയെ മനസ്സിൽ കണ്ടുകൊണ്ട് അവിടെ ഒന്നൊരു ചുവന്ന പ്രകാശം വരുന്നതായിട്ട് കൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ കണ്ടുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മണി ബ്ലോക്കുകളെ മാറ്റി കിട്ടും. സാമ്പത്തികം വരാനുള്ള എനർജി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ്. സാമ്പത്തിക ബാധ്യതകൾ നിങ്ങളിൽ നിന്നും വിട്ടുകിട്ടും. അതുപോലെ നിങ്ങളിലേക്ക് ലാഭം വരും. അതുപോലെ തന്നെ സ്ഥിരമായ ഉത്സാഹത്തോടു കൂടി മറ്റൊരു ജോലിയിലേക്ക് പോകാനും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ്, അതിനെ കാണാതെ ഒളിച്ചോടാൻ ശ്രമിക്കരുത്, അതിനെ കാണണം. ഒരു പ്രശ്നം വന്നു, ഇപ്പം ആരെങ്കിലും ചിലപ്പോൾ സാമ്പത്തികം കൊടുത്തു, അല്ലെങ്കിൽ അത് തിരികെ തന്നില്ല, ആർക്കെങ്കിലും കൊടുത്തിട്ട് തിരികെ തന്നില്ല, അല്ലെങ്കിൽ ആരോടെങ്കിലും വാങ്ങിച്ചത് കൊടുക്കാൻ പറ്റിയില്ല. ഇനി ഇതൊക്കെ എന്തായാലും ശരി, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയാണ് വേണ്ടത്. അല്ലാതെ അവരോട് തർക്കുത്തരം പറഞ്ഞ് ജയിക്കാനല്ല ശ്രമിക്കേണ്ടത്. മനസ്സിലായോ? അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടാവും, നിങ്ങളുടെ എനർജി ഡൗൺ ആവും. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്, എങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്യേണ്ടത്, അതിന് സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിച്ച് കണ്ടെത്തുകയാണ് വേണ്ടത്. അല്ലാതെ അതിൽ നിന്നും ഒരു കള്ളനെ പോലെ ഒളിച്ചോടുകയല്ല വേണ്ടത്. ഇവിടെ സാക്രിഫൈസ് ആണ്. സാക്രിഫൈസ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സക്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. സാക്രിഫൈസ് ചെയ്തു കഴിഞ്ഞാൽ അത് മുഴുവൻ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ദൈവാനുഗ്രഹമാണ് ഇവിടെ. വലിയ റെയിൻബോ കാണിച്ചേക്കുന്ന കണ്ടില്ല, ചക്രാസിന്റെ കളേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചക്രാസ് ആക്റ്റീവ് ആവുന്നു. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ധനം വരുന്നുണ്ട്, ആരോഗ്യം ശരിയാവുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പല കാര്യങ്ങളും ഉപേക്ഷിക്കണം. ഒന്ന് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് ഒന്നിനെ നഷ്ടപ്പെടുത്താതെ പറ്റില്ല.
മനസ്സിലായി? ഇപ്പൊ രാവിലെ നിങ്ങൾക്ക് എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തെ ഒന്ന് നഷ്ടപ്പെടുത്തേണ്ടി വരും, അല്ലേ? സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ട് എല്ലാം നേടിയെടുക്കാം എന്ന് വിചാരിച്ചാൽ പറ്റുമോ? പറ്റില്ല. എന്തെങ്കിലും കാര്യത്തിലൊക്കെ കുറച്ചൊന്ന് ത്യാഗം സഹിക്കണം, ഒന്നിനെ ഒന്ന് ത്യജിക്കുക, കുറച്ചൊന്ന് കഷ്ടത അനുഭവിക്കണം, മനസ്സിലായി? എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനെ നേടിയെടുക്കാൻ പറ്റൂ. അല്ലാതെ സുഖമായി ഇരുന്നുകൊണ്ട് എല്ലാം നേടിയെടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും സാധിക്കില്ല. എന്ത് വേണമെങ്കിലും, ഏത് ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിലും അവിടെ കുറച്ച് കഷ്ടപ്പെടണം, മനസ്സിലായോ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. സാക്രിഫൈസ് ചെയ്യൂ. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസിന് നിങ്ങൾ പോകണ്ട, മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനായിട്ട് നിങ്ങൾ പോകണ്ട. മറ്റുള്ളവരുടെ കാര്യം അവർ നോക്കിക്കൊള്ളും. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഇനിയെന്ത് സാക്രിഫൈസ് ചെയ്യൂ, മനസ്സിലായി? നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ജീവിതം സന്തോഷിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ന്യൂ ബിഗിനിങ്സ്, പുതിയ തുടക്കം വരും നിങ്ങളുടെ ജീവിതത്തിലേക്ക്. കണ്ടില്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. ഈ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വളരെ സന്തോഷത്തിലേക്ക് പോകാനുള്ളതാണ്. നിങ്ങൾക്ക് പ്രപഞ്ചത്തെ അറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ളതാണ്. പ്രപഞ്ചത്തെ അറിയുമ്പോൾ തന്നെ എന്താണ്? സന്തോഷം ലഭിക്കും, അല്ലേ? ആ ഒരു മൗഢ്യത മാറിക്കിട്ടും, ഇതുവരെ ഉണ്ടായിരുന്ന സംശയങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ ഇവിടെ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇനി നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. ബിഗ് ഹാപ്പി ചേഞ്ചസ്. കണ്ട, ഇവിടെ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന എന്താണ്? വളരെ വലിയ സന്തോഷത്തിൻ്റെതായ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. രണ്ടാമത്തെ പേര് സെലക്ട് ചെയ്തത് ഏഞ്ചലിനെ സെലക്ട് ചെയ്തവർക്ക് ഉണ്ടല്ലേ, ഇവിടെ സന്തോഷത്തിൻ്റെതായ ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. നല്ല മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഈ ഒരു മാസം തന്നെ നിങ്ങൾക്ക് നല്ലതുപോലെ ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ. ഇൻ ദ നിയർ ഫ്യൂച്ചർ, എപ്പോഴാണ് ഈ ചേഞ്ചസ് വരുന്നത്? നിയർ ഫ്യൂച്ചേഴ്സ്, അടുത്ത സമീപ ഭാവിയിൽ തന്നെ നിങ്ങൾക്ക് കുറെ നല്ല മാറ്റങ്ങൾ വരും എന്നാണ് ഇവിടെ കാണുന്നത്. ടേക്ക് ആക്ഷൻ, ആക്ഷൻ എടുത്തോളൂ. നിങ്ങൾ വിചാരിക്കും ഇപ്പോഴൊന്നും ഇതിനൊന്നും ഒരു തുടക്കവും വെക്കണ്ട, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷെ വേണ്ട, ഇപ്പോൾ തന്നെ ആക്ഷൻ എടുത്തോളൂ. നിങ്ങൾ ആക്ഷൻ എടുക്കണം, അല്ലാതെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമോ? ഇല്ല. ആക്ഷൻ എടുത്തോളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് അങ്ങനെയാണ്, ആക്ഷൻ എടുത്തോളൂ. ഇത് അടുത്ത സമീപ ഭാവിയിൽ തന്നെ നിങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. ഇനി നമുക്ക് ബി അസർട്ടീവ് എന്നാണ് എൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. ബി അസർട്ടീവ്, ശുഭാപ്തി വിശ്വാസം കൈവിടരുത്, കേട്ടോ. ആ ഒരു വിശ്വാസം ഉണ്ടാവണം. നമുക്ക് നല്ലതേ വരൂ, നമ്മൾ അതിനായിട്ട് പ്രയത്നിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമ്മളിലേക്ക് നല്ലത് വന്നുകൂടാ? അതുകൊണ്ട് നമ്മളിലേക്ക് നല്ലതേ വരൂ എന്നുള്ള ശുഭാപ്തി വിശ്വാസം കൈവിടരുത്. അത് എപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കണം, കേട്ടോ. നമുക്കിനി ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിങ്സ് കൂടി ഒന്ന് നോക്കാം. ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ദൈവികമായ ചില മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു മാസം നിങ്ങളിലേക്ക്, അത് നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ പോകുന്ന ചില വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സക്സസ്സിന് ഉതകുന്നതായിരിക്കും. പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, ഡിവൈൻ സപ്പോർട്ട്, ഇതൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് ഗൈഡൻസ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്, വ്യക്തിപരമായ ചില മാറ്റങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും, ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നാണ് കാണുന്നത്. ഫസ്റ്റ് വയലുകാർക്കും ഇത് തന്നെയൊക്കെ വന്നിരുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു എനർജി ഇവിടെ ജോയിയാണ്, സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഡിവൈൻ സപ്പോർട്ടിലൂടെയാണ് നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകാൻ
തുടങ്ങുന്നത്. അല്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് നിങ്ങളിലേക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾക്കൊരു ഡിവൈൻ സപ്പോർട്ടും ലഭിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സമീപ ഭാവിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അതാണ് ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.